ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു പരിപ്പ് വടയാണ് കേട്ടോ. പരിപ്പ് വടക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. കടലപ്പരിപ്പ് കൊണ്ട് പരിപ്പ് വട ഉണ്ടാക്കിയാലാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഒരു 1 കിലോ കടലപ്പരിപ്പ് ഞാനൊരു പാത്രത്തിലിട്ട് 2-3 വെള്ളം കഴുകി അതൊരു 8 മണിക്കൂർ കുതിർത്ത് വെക്കണം. 2-3 വെള്ളം കഴുകിയതാണ് പരിപ്പാണ് കേട്ടോ ഇത്. ഈ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് നല്ല കുതിർന്നതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ വെള്ളം ഫുള്ളും മാറ്റാൻ വേണ്ടി ഞാനൊരു തോട്ടുള്ള പാത്രത്തിലിട്ട് അതിൻ്റെ വെള്ളം ഫുള്ളും മാറ്റിയതിന് ശേഷം അതിൽ 2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അതിന് ശേഷമാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇടുന്നത്. ഉപ്പ് ഇത്രയും ഉപ്പ് ആവശ്യമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഉപ്പ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതിൽ ഞാൻ ഒരു 5 പച്ചമുളക്, ഒരു വലിയ ഉള്ളി അത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ആ പരിപ്പിൽ തന്നെ ഇട്ടതാണ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി, നന്ന് ചെറുതല്ല, ഒരു മീഡിയം സൈസ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടതാണിത്. അതിന് ശേഷം ഇത് മിക്സാക്കും. മിക്സാക്കിയതിന് ശേഷം നമ്മളെ മിക്സിൻ്റെ ചെറിയ ജാറ്, ചതക്കുന്ന ജാറിലിട്ട് ഉള്ളി, പച്ചമുളക്, പരിപ്പ് ഇവ 3ഉം കൂടി ഒന്നായിട്ട് ഇട്ട് തരിതരിപ്പായി അരച്ചെടുക്കണം. നമുക്ക് നന്നായിട്ട് അരയാൻ പാടില്ല. പരിപ്പ് വടക്ക് നമ്മൾ ഇങ്ങനെ കടിക്കുന്ന പരുവത്തിൽ ഒതുക്കിയെടുത്തതാണിത്. അതിന് ശേഷം ഞാൻ അതിൽ ഇഞ്ചി ഇട്ട്, അരക്കുമ്പോൾ ഇഞ്ചി ഇടാൻ വിട്ടുപോയി. ഇപ്പോൾ ചതച്ച ഇഞ്ചി ഉള്ളതുകൊണ്ട് അത് ഞാൻ അങ്ങനെ ഇട്ട്, പിന്നെ ബാക്കിയുള്ള എല്ലാം അതേപോലെ ചതച്ച് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഒന്ന് ഞാൻ കൈയോട് നല്ലോണം ഒന്ന് മിക്സാക്കി ഉപ്പ് നോക്കി. ഉപ്പ് കറക്റ്റായിരുന്നു. നല്ലോണം മിക്സാക്കി ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ഇങ്ങനെ കട്ടിയായിട്ട് ഒതുക്കി അരച്ചെടുക്കണം. നന്നായിട്ട് അരയാൻ പാടില്ല. ഇതേപോലെ ആക്കിയെടുത്ത് ഈ പാത്രത്തിൽ ഞാൻ 1/2 മണിക്കൂർ മാറ്റി വെച്ചു. അരമണിക്കൂർ വെക്കണം, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അതിന് ശേഷമാണ് എണ്ണ ചൂടാൻ വെച്ചു. അതിലേക്ക് ഞാൻ ഓരോ ഉരുള പരത്തി വടയാക്കി എടുത്തത്. നല്ല ടേസ്റ്റായിരുന്നു ഈ പരിപ്പ് വട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളിങ്ങനെയാണോ പരിപ്പ് വട ചുടുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ സബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കാണണേ. അതുപോലെ നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്ന് കാണുന്നവർ ഏത് ജില്ലക്കാരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പരിപ്പ് വട നന്നായി മൊരിയിച്ച് ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇതേപോലെ നന്നായിട്ട് എണ്ണയിൽ ഞാൻ ഫുൾ ഇതിലാണ് ഇട്ടത്. അടുപ്പ് തീ കുറക്കാണ്ട് ഇട്ടത്. തീ മീഡിയം ഫ്ലെയിമിലാക്കിയാൽ മതി. എന്നാലേ നമുക്ക് എല്ലാ ഭാഗവും നല്ല മൊരിഞ്ഞ് കിട്ടും. ഉൾഭാഗവും മൊരിഞ്ഞ് കിട്ടും, പുറം ഭാഗവും എല്ലാം നമുക്ക് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വെക്കണം. ഞാനിത് കോരി മാറ്റാനുള്ള പാത്രമാണിത്. അങ്ങനെ മുരുമുര ഉള്ള പരിപ്പ് വട കോരി മാറ്റിയപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോയി. പിന്നെ രണ്ടാമതും ഇതാക്കിയതാണ്.
അങ്ങനെ ബാക്കിയുള്ള മാവെല്ലാം ഇതേപോലെ പരത്തി പൊരിച്ചെടുത്തു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നമുക്ക് സ്നാക്സ് പറ്റിയ പരിപ്പ് വട, കടലപ്പരിപ്പിൻ്റെ പരിപ്പ് വട